ഹായ് എവരി വൺ, KS മെന്ററിന്റെ ഡിഗ്രി ലെവൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പതിവ് പോലെ എക്സാം പെർസ്പെക്റ്റീവിലുള്ള അല്ലെങ്കിൽ എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്നും എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി പ്രിലിംസ് ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി മെയിൻസിനുള്ള ആ ഒരു പ്രിപ്പറേഷനിലായിരിക്കും. നമുക്ക് അധികം ദിവസങ്ങളില്ല. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നമ്മുടെ KS മെന്ററിന്റെ ഡിഗ്രി മെയിൻസ് ബാച്ചിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പം SI, കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ, LSG സെക്രട്ടറി ഈ ഒരു ബാച്ചിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. കാരണം നമ്മുടെ മുന്നിലുള്ളത് വളരെയധികം ക്രൂഷ്യൽ ടൈമാണ്. അത് നമ്മൾ ഒട്ടും തന്നെ പാഴാക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈബർ ക്രൈംസിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സൈബർ ക്രൈംസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ യൂസേജിൻ്റെയൊക്കെ ഈ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സൈബർ ക്രൈംസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സൈബർ ക്രൈംസ് എന്നുള്ളത്. ഓക്കെ, എന്താണ് ഈ സൈബർ ക്രൈം? അതായത് ഈ സൈബർ ക്രൈം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺസ്, ഇന്റർനെറ്റ് എന്നിവ ഉപയോഗിച്ച് നടത്തുന്ന കുറ്റകൃത്യങ്ങളെയാണ് സൈബർ ക്രൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സൈബർ ക്രൈംസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഫാക്ട് കൂടി പറഞ്ഞു പോവാം. ലോകത്ത് ആദ്യമായി സൈബർ ക്രൈംസ് രജിസ്റ്റർ ചെയ്ത് ജോസഫ് മേരി ജക്വേഡിന്റെ പേരിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്യുന്നത് ആരിഫ് ആസിമിന്റെ പേരിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ അത് ധന്യ മേനോൻ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒന്ന് രണ്ട് ഫാക്ട് സൈബർ ക്രൈമുമായിട്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ എന്താണ് സൈബർ ക്രൈം എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺസ്, ഇന്റർനെറ്റ് തുടങ്ങിയവ ഉപയോഗിച്ച് നടത്തുന്ന കുറ്റകൃത്യങ്ങളെയാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത്. ഈ ഒരു സൈബർ ക്രൈംസിനെ പ്രധാനമായും രണ്ട് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണ് രണ്ട് കാറ്റഗറി? ഒന്നെന്ന് പറയുന്നത് ക്രിമിനൽ ആക്ടിവിറ്റി ദാറ്റ് ടാർഗറ്റ്സ് കമ്പ്യൂട്ടേഴ്സ്, അതായത് കമ്പ്യൂട്ടറിനെ ടാർഗറ്റ് ചെയ്ത് നടത്തുന്ന കുറ്റകൃത്യങ്ങളുണ്ട്, ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ട്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെ ഒരു വെപ്പണായി യൂസ് ചെയ്തിട്ട് നടത്തുന്ന കുറ്റകൃത്യങ്ങൾ. ഇങ്ങനെ രണ്ട് കാറ്റഗറിയിലാണ് ഈ സൈബർ ക്രൈംസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള സൈബർ ക്രൈംസ് ഏതൊക്കെയാണെന്നുള്ളത് ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഹാക്കിംഗ് ആണ്. ഓക്കെ, എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഹാക്ക്, അല്ലെ എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു, അല്ലെ എൻ്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തു എന്നുള്ളത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഹാക്കിംഗ് എന്നാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെ ആക്സസ് ചെയ്യുന്നതിലൂടെ ഡാറ്റാസും കാര്യങ്ങളും എടുക്കുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ മൂന്ന് തരത്തിലാണ് ഹാക്കിംഗ് ഉള്ളത്. ഒന്ന് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, അതായത് നല്ല ഉദ്ദേശത്തോടെയാണ്, എത്തിക്കൽ ഹാക്കേഴ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കാറില്ലേ, ഇവരെയാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരുദ്ദേശത്തോട് വിട്ടിട്ടുള്ള ഹാക്കേഴ്സ് ആണ് ഈ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. പിന്നെ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ഉണ്ട്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ല ഉദ്ദേശവും ഉണ്ടാവും, ചിലപ്പോൾ ദുരുദ്ദേശമായിരിക്കും. ഈ ഒരു രണ്ട് കാര്യങ്ങളും ഉള്ളവരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. അപ്പോൾ ഈ മൂന്ന് തരത്തിലാണ് ഹാക്കിംഗ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിയോസ് അറ്റാക്ക് ആണ്. ഇതിന്റെ മറ്റൊരു പേരാണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയും. ഓക്കെ, ഡിനയൽ ഓഫ് അതായത് ഡിയോസിന്റെ ഫുൾ ഫോം എന്താണ്? ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ഓൺലൈൻ ഷോപ്പിംഗ് എടുക്കാം, ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമിന് എടുക്കാം. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നല്ലൊരു സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണെങ്കിൽ അപ്പം ആ ഒരു സൈറ്റ് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു ക്രിമിനൽ ഇതേപോലുള്ള ഹാക്കേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ കസ്റ്റമർ ഈ ഒരു ഫ്ലിപ്കാർട്ടിന്റെ ഹോം പേജിലോട്ട് വരുമ്പോൾ ആ കസ്റ്റമർക്ക് എന്ത് സർവീസ് ആണോ കിട്ടുന്നത് ആ ഒരു സർവീസ് ഡിനേ ചെയ്യുന്നതിനെയാണ് ഡിയോസ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഡിയോസ് അറ്റാക്ക് എന്നാണ് ആ ഒരു ടൈപ്പ് ഓഫ് സൈബർ ക്രൈമിനെ പറയുന്നത്. അടുത്തത് വേം അറ്റാക്ക്. വേം അറ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫോൺസ്, അതുപോലെ തന്നെ മൊബൈൽ ഫോൺസ്, നമ്മുടെ ലാപ്ടോപ്പ് സിസ്റ്റം കാര്യങ്ങളിലൊക്കെ പെൻഡ്രൈവ് പോലുള്ള കാര്യങ്ങൾ, അത് കറപ്റ്റഡ് പെൻഡ്രൈവ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് യൂസ് ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു വേം അറ്റാക്ക് സംഭവിക്കുന്നത്. ഈ വേം അറ്റാക്ക് ഒക്കെ നമ്മുടെ സിസ്റ്റത്തിനെയൊക്കെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്ന അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഫയൽസ് അത് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ വരുന്നൊരവസ്ഥ, നമ്മുടെ ഫോണിൽ അത് പിന്നീട് നോർമൽ യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥ, പിന്നെ നമ്മുടെ ഫോർമാറ്റ് ഒരു കണ്ടീഷനിലോട്ട് തന്നെ പോകേണ്ട ഒരു അവസ്ഥ, അത് ഒട്ടുമിക്ക ആൾക്കാരുടെ
എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായ ഒരു കാര്യമാണ് ഈ വേം അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് അല്ലെ. അതായത് ഇത്തരത്തിലുള്ള വേംസ് നമ്മുടെ സിസ്റ്റത്തിലോട്ട്, നമ്മുടെ ലാപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺസിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫയൽസ് ഒക്കെ എന്താണ്, അത് കറപ്റ്റഡ് ആയി പോവുകയാണ്. പിന്നീട് ഫോർമാറ്റ് ചെയ്താൽ മാത്രമാണ് എന്താണ് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് അറ്റാക്കിനെയാണ് വേം അറ്റാക്ക് എന്ന് പറയുന്നത്. അടുത്ത സൈബർ ടെററിസം എന്ന് പറയും. അതായത് ഇത്തരത്തിലുള്ള ഇപ്പോൾ നമ്മൾ പല കൈൻഡ് ഓഫ് സൈബർ ക്രൈംസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു സൈബർ ക്രൈംസ് അതൊരു ഗവൺമെന്റിനെതിരെയാണ് നടത്തുന്നതെങ്കിൽ, നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ, നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കാര്യം നടക്കുന്നതെങ്കിൽ ഇതിനെയാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സ്പൈവെയർ. എന്താണ്, നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോൺസിൽ, അതുപോലെ തന്നെ ലാപ്ടോപ്സിൽ, സിസ്റ്റത്തിൽ, കമ്പ്യൂട്ടേഴ്സിലൊക്കെ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് അതിലൂടെ നമ്മുടെ ഡാറ്റാസ് എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്രൈം അറ്റാക്ക് ആണിത്. അതായത് ഇപ്പം നമ്മൾ ആപ്ലിക്കേഷൻസ് ഒക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് പെർമിഷൻ നീഡഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരും. അപ്പോൾ അതിൽ നമ്മൾ അലോ കൊടുക്കും. അപ്പോൾ വേണ്ട പെർമിഷൻസ് മാത്രമാണ് നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒന്നും നോക്കാണ്ട് ഈ അലോ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡാറ്റാസ് എന്താണ് ഇതേപോലുള്ള കാര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കൈൻഡ് ഓഫ് അറ്റാക്കിനെയാണ് സ്പൈവെയർ അറ്റാക്ക് എന്ന് പറയുന്നത്. അടുത്തത് വിഷിംഗ് എന്ന് പറയും. എന്താണ് വിഷിംഗ്? അതായത് ഫോൺ കോളിലൂടെ ഒരാളെ വിളിച്ച് ആളുടെ എന്താണ് ATM പിൻ, നെറ്റ് ബാങ്കിങ് പാസ്വേഡ്, കസ്റ്റമർ ID, ATM പിന്ന്, OTP, കാർഡ് എക്സ്പയറി ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ എടുക്കുന്നതിനെയാണ് വിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫോൺ കോളിലൂടെയാണ് ഈ ഒരു കാര്യം നടക്കുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അടുത്താണ് സ്മിഷിംഗ്. എന്താണ് സ്മിഷിംഗ് എന്ന് പറയുന്നത്? അതായത് മൊബൈൽ ഫോൺ ടെക്സ്റ്റ് മെസ്സേജസിലൂടെ എന്താണ് ഈ പറയുന്ന പോലെ തന്നെ ഫോൺ കോള് കാര്യങ്ങൾ ഓരോരോ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യാൻ പറയുക, അതുപോലെ തന്നെ എന്താണ് മലീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെയാണ് സ്മിഷിംഗ് എന്ന് പറയുന്നത്. അടുത്താണ് ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹാക്കേഴ്സ് എന്താണ് നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, അതെന്താണ് പാസ്വേഡ്, നമ്മുടെ ബാങ്കിന്റെ പാസ്വേഡ്, യൂസർ ID, കസ്റ്റമർ ID, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ്, ബാങ്ക് അക്കൗണ്ട് ഇൻഫോർമേഷൻസ് ഒക്കെ ആളുടെ തന്നെ അനുവാദമില്ലാണ്ട് സ്റ്റീൽ ചെയ്യുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് 2022 ചോദിച്ച ഡിഗ്രി പ്രിലിംസിനെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സൈബർ ക്രൈം വെയർ എ ഹാക്കർ സെൻഡ്സ് മലീഷ്യസ് ലിങ്ക്സ് ടു യൂസേഴ്സ് ടു ഗെയിൻ ആക്സസ് ടു ദിയർ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അക്കൗണ്ട് ഈസ് കോൾഡ്. അതായത് ഇപ്പോൾ ഒരു സൈബർ ക്രൈം അറ്റാക്കേഴ്സ് ഇപ്പം ഒരു വ്യക്തി എന്താണ് മറ്റൊരു വ്യക്തിയുടെ സിസ്റ്റത്തിലോട്ട് എന്താണ് ഒരു ലിങ്ക് അയച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഹാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ആക്സസ് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ആക്സസ് കിട്ടി നമ്മുടെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് പറയുന്ന പേരാണ് ഫിഷിംഗ് എന്നുള്ളത്. ഓക്കെ, ഫിഷിംഗ് ഇത് 2022 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു സൈബർ ക്രൈംസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടുത്തെന്ന് പറയുന്നത് സിം സ്വാപ്പ് സ്കാം. എന്താണ് ഈ ഒരു ടൈപ്പ് ഓഫ് സൈബർ ക്രൈം എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മുടെ ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമ്മളിപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ റീചാർജ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പലയിടത്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമ്പറൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു സെയിം നമ്പറിൽ ഒരു പുതിയ സിം എടുത്ത് അതിനകത്തൂടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും എടുക്കുന്നതിനെയാണ് ഈ ഒരു സിം സ്വാപ്പ് സ്കാം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. കാരണം നമ്മുടെ നമ്പർ ഇപ്പം പലർക്കും കിട്ടാൻ പലയധികം മാർഗങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്ത് സ്പാമിംഗ്. സ്പാമിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഇമെയിൽസിലൊക്കെ എന്താണ് സ്പാം ഇമെയിൽ അല്ലെ സ്പാം മെയിൽസ് എന്ന് പറഞ്ഞ് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡേ ടു ഡേസിൽ കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മെയിൽസിലൂടെ എന്താണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ആക്സസിബിലിറ്റി കാര്യങ്ങൾ എടുക്കുന്നതിനെയാണ്, അതിലൂടെ നമ്മുടെ ഡാറ്റാസും കാര്യങ്ങളും എടുക്കുന്നതിനെയാണ് സ്പാമിംഗ് എന്ന് പറയുന്നത്. അടുത്ത റാൻസം വെയർ. റാൻസം വെയർ എന്ന് പറയുന്നത് ഇതൊരു ടൈപ്പ് ഓഫ് മാൽവെയർ ഉപയോഗിച്ചിട്ടുള്ള ഒരു അറ്റാക്കാണ്, സൈബർ അറ്റാക്കാണ്. അതായത് ഇപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫയൽസിലോട്ടുള്ള ആക്സസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സൈബർ ക്രൈംസ് ആണ് റാൻസം വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആക്സസ് വീണ്ടും കിട്ടുവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളോട് ഫിനാൻസ് ചോദിക്കും. അപ്പോൾ അത്തരത്തിൽ അവർ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ കൊടുത്ത ശേഷമായിരിക്കും പിന്നീട് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽസിലോട്ടുള്ള ആക്സസും കാര്യങ്ങളും അവർ തരുന്നത്. അപ്പോൾ ഈ ഒരു റാൻസം വെയറുമായി ബന്ധപ്പെട്ടിട്ടും ഒരു ക്വസ്റ്റ്യൻ 2023 വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം.
ആ ക്വസ്റ്റ്യൻ ഏതായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് റാൻസം വെയർ ആർ കറക്റ്റ്? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. റാൻസം വെയർ ഈസ് എ വൈറസ് വിച്ച് replicate itself, kind of cyber crime where the attacker gains access to the computer and blocks the user from accessing, usually by encrypting the data. The attacker blackmails the victim to pay for getting access to the data. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ നമ്മളിവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് വൈറസ് ഓക്കെ വിച്ച് റെപ്ലിക്കേറ്റ് ഇറ്റ്സെൽഫ്, വിച്ച് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇത് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന വൈറസ് അല്ല. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അപ്പൊ ഇവിടെ ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് 2ഉം 3ഉം ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പറയുന്നത്? കൈൻഡ് ഓഫ് സൈബർ ക്രൈം വെയർ ദ അറ്റാക്കർ ഗെയിൻസ് ആക്സസ് ടു ദി കമ്പ്യൂട്ടർ ആൻഡ് ബ്ലോക്സ് ദ യൂസർ ഫ്രം ആക്സസിങ് യൂഷ്വലി ബൈ എൻക്രിപ്റ്റിംഗ് ദ ഡാറ്റ. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോൺസിലോ ഈ ഒരു അറ്റാക്കർ വന്ന ശേഷം അല്ലെങ്കിൽ ആക്സസ് വന്ന ശേഷം നമ്മുടെ ഫയൽസിലോട്ടുള്ള ആക്സസ് ഒക്കെ എന്താണ് അതിന്റെ ഒരു എൻക്രിപ്ഷൻ കളയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ക്രൈം ആണ് റാൻസം വെയർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പിന്നീട് ദ അറ്റാക്കർ ബ്ലാക്ക്മെയിൽസ് ദ വിക്ടിം ടു പേ ഫോർ ഗെറ്റിംഗ് ആക്സസ് ടു ദി ഡാറ്റ. പിന്നീട് നമുക്ക് ഈ ഡാറ്റ തിരിച്ച് പഴയതുപോലെ കിട്ടണമെങ്കിൽ ആ ഒരു അറ്റാക്കർ പറയുന്ന അല്ലെ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ ഒരുപക്ഷെ ഫിനാൻസ് ആയിരിക്കും, അത് കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ഫയൽസിലോട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽസിലോട്ടുള്ള ആക്സസും കാര്യങ്ങളും ലഭിക്കുകയുള്ളൂ. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ ആൻസർ വരുന്നത് ഇവിടെ 2ഉം 3ഉം ആണ്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ 2ഉം 3ഉം എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഡി ആണ് ആൻസർ വരുന്നത്. നൺ ഓഫ് ദിസ് ആണ് ആൻസർ വരുന്നത്. അടുത്ത വെബ് ജാക്കിംഗ് എന്ന് പറയും. ഈ വെബ് ജാക്കിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഫിഷിങ്ങിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. അതായത് അഡ്വാൻസ്ഡ് വേർഷൻ എന്ന് പറയുമ്പം നമ്മുടെ ഈ ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ ഒരാളെ എന്താണ് ആ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ ലോഗിൻ ഇൻഫർമേഷൻസ് സ്റ്റീൽ ചെയ്യുന്നതിനെയാണ് വെബ് ജാക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡിഗ്രി പ്രിലിംസ് 2024 തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻ അഡ്വാൻസ്ഡ് ഫിഷിംഗ് ടെക്നിക് വെയർ അറ്റാക്കേഴ്സ് മേക്ക് എ ക്ലോൺ ഓഫ് വെബ്സൈറ്റ് ആൻഡ് സെൻഡ് ദ മലീഷ്യസ് ലിങ്ക് ടു ദി വിക്ടിം ആൻഡ് ട്രൈ ടു എക്സ്ട്രാക്ട് സെൻസിറ്റീവ് ഡാറ്റ സച്ച് ആസ് കാർഡ് നമ്പേഴ്സ്, യൂസർ നെയിംസ്, പാസ്വേഡ്സ് ഫ്രം വിക്ടിംസ്. ഇത് എന്ത് തരം? അത് നമ്മളിപ്പോൾ പറഞ്ഞു വെബ് ജാക്കിംഗ് ആണെന്ന് പറഞ്ഞു. അതായത് ഇത്തരത്തിലൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്താണ് ആ ഒരു ലിങ്ക്, ആ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഒരു വ്യക്തിക്ക് അയച്ചു, അറ്റാക്കർ ഒരു വ്യക്തിക്ക് അയച്ചു കൊടുക്കുകയും അതിൽ കയറി എന്താണ് ആ ഒരു ലോഗിൻ ഇൻഫർമേഷൻസ് സ്റ്റീൽ ചെയ്യുന്നതിന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ക്രൈമിനെയാണ് വെബ് ജാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു കൈൻഡ് ഓഫ് ഫിഷിംഗ് അറ്റാക്ക് ആണ് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്ത് വെക്കാൻ. അടുത്ത ഡാറ്റ ബ്രീച്ച്. ഡാറ്റ ബ്രീച്ച് എന്ന് പറയുന്നത് ഒരാളുടെ അനുവാദമില്ലാണ്ട് തന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് എടുക്കുന്നതിനെയാണ് ഡാറ്റ ബ്രീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് കൂടെ എടുത്തിട്ടാണ് ഇപ്പൊ ഈ ഒരു ടോപ്പിക് ഇവിടെ അഡ്രസ്സ് ചെയ്തേക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിപ്പോ ഒരു 3 ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു 3 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ടോപ്പിക്ക് എത്രത്തോളം ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യം കൊടുത്ത് നോക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇനിയിപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ തരാം നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ആൻസർ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസറും എക്സ്പ്ലനേഷനും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ അബൌട്ട് സ്പാമിംഗ്? സ്പാമിംഗ് ഒക്വയർ വെൻ someone receives a solicited commercial message sent via email, SMS, MMS, and any other similar electronic messaging media. Spamming does not involve any attempt to persuade the recipient to buy a product or service or visit a website where he can make purchases. C. Spamming may attempt to trick the recipient into divulging bank account or credit card details. സ്പാമിംഗ് only occur through email. അപ്പം 4 സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ചിട്ട് എന്താണ് ഇതിന്റെ ആൻസർ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ്സിൽ അറിയിക്കുക. അപ്പോൾ ഇതേപോലത്തെ ഇപ്പോൾ നമ്മൾ ഈ എടുത്തതിൻ്റെ ക്ലാസ് നോട്ട്സ്, ഈ ഒരു നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ കേസ് മെന്ററിന്റെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഈ ഒരു വീഡിയോയുടെ താഴെ ഈ ഒരു ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കയറി ഈ നോട്ട്സ് പഠിക്കുക. അതുപോലെ ഇതിന്റെ ആൻസർ തീർച്ചയായിട്ടും കമന്റ്സിൽ അറിയിക്കുക. ഇതേപോലെ എക്സാം പെർസ്പെക്റ്റീവിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പം എല്ലാവരും വളരെയധികം പ്രാധാന്യത്തോടു കൂടിയിട്ട് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ആക്കാതെ ഇരുന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു.